നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1995 കാലഘട്ടത്തിലൊക്കെ ഈ വിദേശ യാത്രകളൊക്കെ നടത്തുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ അമേരിക്കയിലുമൊക്കെ കുറേ യാത്രകൾ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ യാത്രകളൊക്കെ നടത്തുമ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ഈ ടാറ്റു കുത്തിയ ആളുകളെ കാണുന്നത്. ടാറ്റു കുത്തുക എന്ന് പറഞ്ഞാൽ കയ്യിൽ, കഴുത്തിൻ്റെ ഈ സൈഡിൽ, നെക്കിൻ്റെ ബാക്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ടാറ്റു കുത്തിയ ആളുകളെ കാണുമായിരുന്നു. പിന്നീട് ഈ ടാറ്റു ശരീരത്തിൽ മുഴുവനും കുത്തുന്ന ചില ആളുകളെ കാണുമായിരുന്നു. ശരീരത്തിൽ രഹസ്യഭാഗങ്ങളിൽ മാത്രം ടാറ്റു കുത്തി കൊടുക്കുന്ന ചില കേന്ദ്രങ്ങൾ വരെയുണ്ട് അമേരിക്കയിലുമൊക്കെ. ഇത് പരസ്യമാണ്. പല ആളുകളും പോയിരുന്ന ടാറ്റു കുത്ത് നല്ല വേദനയാണെന്നാണ് പറയുന്നത്. ഈ ടാറ്റു കുത്തുന്നതിന് ഇവനൊക്കെ എന്തിൻ്റെ കുഴപ്പമാണോ എന്തോ, ശരീരത്ത് കുത്തി ഓരോരോ പടങ്ങൾ വരച്ച് വെക്കുക, അതൊക്കെ അവരവരിഷ്ടം, സ്വാതന്ത്ര്യമല്ലേ. എന്താണെങ്കിലും ഈ പാശ്ചാത്യ സംസ്കാരമൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാൻ എളുപ്പമാണല്ലോ. നമ്മുടെ നാട്ടിലും വന്നു. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലും ഈ സംഗതി അതേപടി വന്നു. മഹാരാഷ്ട്രയിൽ, മുംബൈയിൽ, അതേപോലെ ഡൽഹിയിൽ, കേരളത്തിലാണെങ്കിൽ കൊച്ചിയിൽ, തമിഴ്നാട്ടിലാണെങ്കിൽ ചെന്നൈയിൽ തുടങ്ങി ഈ സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ പരിപാടികൾ പതുക്കെ ആരംഭിച്ചു. നമ്മുടെ നാട്ടിലെ ആളുകളും ഈ ടാറ്റു കുത്താനുള്ള സംഗതി എന്ത് കാര്യത്തിനാണെന്ന് അറിയാൻ വയ്യ. അവിടെ ചെന്നിരുന്ന് കൊടുക്കും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ടാറ്റു കുത്തും. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വരെ ഈ ശരീരത്തിലെ രഹസ്യഭാഗങ്ങളിൽ ടാറ്റു കുത്തുന്നതായി അറിയുന്നു കേരളത്തിൽ. ഇത് ഒരുപാട് ലൈംഗിക ചൂഷണത്തിനിടയാക്കുന്നു എന്ന് വളരെ നേരത്തെ തന്നെ പരാതി ഉണ്ടായതായും പറയുന്നു. ഇപ്പോൾ ഇങ്ക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട് കൊച്ചിയിൽ, വൈറ്റിലേക്കടുത്ത്. PA സുജീഷ് എന്നു പേരുള്ള ഒരു മാന്യനാണ് ഈ ടാറ്റു കുത്താനായിട്ടിരിക്കുന്നത്. അയാളാണ് പെൺകുട്ടികൾ മുതുകത്ത് ടാറ്റു കുത്താൻ വരുമ്പോൾ ബ്ലൗസ് അഴിപ്പിക്കുക, അതോ അടിവസ്ത്രങ്ങളെല്ലാം അഴിപ്പിക്കുക, എന്നിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക. ഇതൊക്കെയായിരുന്നു ഇയാളുടെ പരിപാടി. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ പെൺകുട്ടി, അവിടെ ചെന്ന ഒരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇത് പൊതുസമൂഹം അറിയുന്നത്. അപ്പോഴാണ് ഒരുപാട് പേർ ഈ പരാതിയുമായി മുമ്പോട്ട് വരുന്നത്. ഈ സിനിമയിലൊക്കെ ലൈംഗിക ചൂഷണം ഉണ്ടാകുമ്പോൾ ഒരു മീട്ടു ആരോപണം അങ്ങ് ഹോളിവുഡിൽ ഉണ്ടായപ്പോൾ മീട്ടു ലോകം മുഴുവനും പടർന്നതുപോലെ ഇവിടെയും ഈ ടാറ്റു കുത്താൻ പോയ ഈ പെൺകുട്ടി പോസ്റ്റ് ഇട്ടപ്പോൾ ലോകം മൊത്തം അറിയാനിടയായി. അതോ ആ പോസ്റ്റ് ഇട്ടതിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ചെയ്യാൻ പോയ ടാറ്റു ഏതെന്നറിയാമോ? ചിറക് വരിച്ച് നിൽക്കുന്ന വെജൈന. ഇതാണ് മുതുകത്ത് കുത്തിവെക്കാൻ പോയത്. ആദ്യം അവളെ വേണം പറയാൻ, ഇത് കുത്താൻ പോയവളെ വേണം ആദ്യം പറയാൻ. എന്ത് പടവാണെന്ന് അറിഞ്ഞൂടെ? വെജൈന ചിറക് വിരിച്ച് നിൽക്കുന്നു, അങ്ങനെ അത് മുതുകത്ത് കുത്തിവെക്കണം. അങ്ങനെയുള്ള ഈ പെണ്ണുങ്ങളൊക്കെ ചെന്ന് മുമ്പിൽ ഇരുന്ന് കൊടുക്കുമ്പോൾ അവരെയാണ് ഇവർ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഇങ്ക് എഫക്റ്റ് സ്റ്റുഡിയോ ഉടമയും അറിയപ്പെടുന്ന ഒരാളുമാണ് ഈ ടാറ്റു ആർട്ടിസ്റ്റ് സുജീഷ് PS. ഈ സുജീഷിനെതിരെയാണ് റെഡിറ്റിലൂടെ ആരോപണം പുറത്തു വന്നത്. ടാറ്റു ചെയ്യാൻ പോയപ്പോഴാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് ഈ യുവതി പറയുന്നു. ഇതിന് പിന്നാലെ നിരവധി യുവതികൾ സമാന ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു. ആദ്യമായി ടാറ്റു ചെയ്യാൻ എത്തിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായതെന്ന്, വാരിയലിൻ്റെ ഭാഗത്തായി ടാറ്റു ചെയ്യാനാണ് താൻ സുജീഷിൻ്റെ അടുത്ത് പോയതെന്നും ആദ്യം തന്നോട് ബ്രാ ഊരാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ശരിക്കും ഒന്ന് പകച്ചുപോയി. ആദ്യമായി എത്തിയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ അങ്ങ് കരുതുകയും ചെയ്തു. എന്നാൽ ശരീരഭാഗം മറയ്ക്കാൻ തുണി നൽകാറുണ്ടെന്ന കാര്യം പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ടാറ്റു ചെയ്യുന്നതിനിടെ അയാൾ തൻ്റെ മാറിടത്തിൽ പിടിച്ചതായും യുവതി പറയുന്നു. ഈ സമയം വല്ലാത്ത അസ്വസ്ഥത എനിക്കുണ്ടായെന്നും 2 വർഷം മുമ്പുണ്ടായ അനുഭവം താൻ ലൈംഗിക പീഡനത്തിന് ഇരയായതിന് സമാനമാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നതായും യുവതി പറയുന്നു. നിരവധി പേർക്ക് സമാനമായ അനുഭവം ഉണ്ടായതായും യുവതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതേസമയം റെഡിറ്റിലൂടെ ആദ്യം പുറത്തു വന്ന യുവതിയുടെ അനുഭവവും വ്യത്യസ്തമല്ല. ടാറ്റു ചെയ്യുന്നതിനിടെ ഈ സുജീഷ് സ്വകാര്യ ഭാഗങ്ങളിൽ മനഃപൂർവ്വം സ്പർശിച്ചതായാണ് യുവതി ആരോപിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് ടാറ്റു ചെയ്യാനായി സുജീഷിൻ്റെ അടുത്തേക്ക് പോയത്. നിരവധി സെലിബ്രിറ്റികൾ ഇവിടെ ടാറ്റു ചെയ്ത ശേഷം നല്ല അനുഭവം പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
താനും അവിടെ പോകാൻ കാരണമെന്ന് ഈ യുവതിയും പറയുന്നു. സുജീഷിൻ്റെ ഇൻസ്റ്റഗ്രാം ID ഉൾപ്പെടെ യുവതി പങ്കുവച്ചിട്ടുണ്ട്. ഈ കുറിപ്പ് വന്നതോടെയാണ് നിരവധി പേർ സുജീഷിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. ചിറകുള്ള വിജയനയുടെ ചിത്രമാണ് ടാറ്റു ചെയ്യാനായി താൻ വന്നതെന്ന് യുവതി വ്യക്തമാക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ കാര്യങ്ങൾ. ടാറ്റുവിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കിയ സുജീഷ് സെക്സ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ ടാറ്റു ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പിന്നീട് ടാറ്റു ചെയ്യുന്നതിനിടെ തൻ്റെ രഹസ്യഭാഗങ്ങളിലെല്ലാം സ്പർശിക്കുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. കയ്യിൽ സൂചി ഉള്ളതിനാൽ തനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും യുവതി പറയുന്നു. ആദ്യമായി ടാറ്റു ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലാകുമെന്ന് അറിയില്ലായിരുന്നു. ഇടുപ്പിനോട് ചേർന്നാണ് ടാറ്റു ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അടച്ചിട്ട മുറിയിൽ വെച്ചാണ് ടാറ്റു ചെയ്തത്. ടാറ്റു ചെയ്യുന്നതിനിടെ ആർട്ടിസ്റ്റ് ലൈംഗിക ചുവയോടെ സംസാരിക്കാനും ആരംഭിച്ചു. കൂടെ വന്നയാൾ ബോയ് ഫ്രണ്ട് ആണോ, 18 വയസ്സ് തികഞ്ഞതാണോ, നിങ്ങൾക്ക് വെർജിൻ ആണോ, മുമ്പ് എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെയായി ചോദ്യങ്ങൾ മുഴുവൻ. പീരീഡ്സ് ആണോ എന്നതടക്കം ഇയാൾ ചോദിക്കുകയും ചെയ്തെന്ന് പറയുന്നു. പിന്നാലെ തൻ്റെ വസ്ത്രം അഴിക്കുകയും ബലപ്രയോഗത്തിലൂടെ ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. ലൈംഗികാതിക്രമം നടത്തുമ്പോഴെല്ലാം ടാറ്റു ചെയ്യുന്ന സൂചിമുന തൻ്റെ നട്ടലിനോട് ചേർത്താണ് പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. അമ്മ ഫോണിൽ വിളിച്ചപ്പോൾ മാത്രമാണ് ഇയാൾ തന്നെ വിട്ടതെന്നും യുവതി പോസ്റ്റിൽ പറയുന്നു. കാര്യങ്ങളെല്ലാം രക്ഷിതാക്കളോട് പറഞ്ഞെന്നും അവർ ഒരു അഭിഭാഷകയെ സമീപിച്ചപ്പോൾ സാക്ഷിയില്ലാത്തതിനാൽ നീതി ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞതെന്നും പോസ്റ്റിൽ വിവരിക്കുന്നു. ഈ പോസ്റ്റ് പുറത്തു വന്നതോടെ സമാനമായ ആരോപണവുമായി ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട്. റെഡിറ്റിൽ പെൺകുട്ടിയെ പിന്തുണച്ചെത്തിയവരും നിരവധി ആളുകളാണ്. ടാറ്റു ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഒരു ഫാഷനായി മാറിയിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ കൂണുപോലെയാണ് പലയിടങ്ങളിലും ടാറ്റു സ്റ്റുഡിയോകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മറവിൽ നടക്കുന്ന അതിക്രമങ്ങൾ പലരും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളുടെ ഏകദേശ കിടപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് ചിറക് വിരിച്ചു നിൽക്കുന്ന വിജയനിയുടെ പടം ഇടുപ്പിൽ കുത്തണം, അതുപോലെ തന്നെ ഈ സൂചിമന നട്ടലിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ഇയാൾ ലൈംഗിക അതിക്രമവും ലൈംഗിക ചൂഷണവും ഒക്കെ തുടരുമ്പോൾ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി മിണ്ടാതിരിക്കുന്നു. അയാൾ അയാളുടെ ഇഷ്ടം പോലെ ഈ യുവതിയെ ചൂഷണം ചെയ്യുന്നു. ഇതൊന്നല്ല, ഒരുപാട് പേരുണ്ട്. ഈ യുവതി അവിടെ പോയതോ പല സെലിബ്രിറ്റികളും അവിടെ ചെന്ന് ടാറ്റു ചെയ്യുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ ഈ ട്വിറ്ററിലും അതേപോലെ റെഡിറ്റിലും പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു തള്ളിക്കയറ്റത്തിലാണ് ഇതുങ്ങളെല്ലാം കൂടെ ഓടിച്ചെല്ലുന്നത്. ഈ ടാറ്റു ശരീരത്തിൽ അങ്ങോട്ട് വരച്ചു വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ? കഞ്ഞി കുടിക്കാൻ പറ്റില്ല. ഈ ടാറ്റു എല്ലാം ശരീരത്തിൽ വരച്ച് അവിടെ ഇവിടെ, ഞാൻ പറയുന്നില്ല, കൂടിപ്പോകും കൂടുതൽ പറഞ്ഞാൽ. ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഓരോന്നോരോന്നൊക്കെ കൊണ്ട് വരച്ച് കുത്തിയൊക്കെ വെച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സമയത്ത് ഈ ടാറ്റു കുത്താൻ നടക്കുന്ന സമയം കൊണ്ട് പോയി 4 ലക്ഷം പഠിച്ച് രക്ഷപ്പെടാനുള്ള വഴി നോക്കാനോ ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി മൺമട്ടി എടുത്ത് കിളയ്ക്കാനോ നോക്കും പെണ്ണുങ്ങളെ. അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പിന് പണിക്ക് പോകും. ഈ പണിക്ക് പോകാതെ, ഈ ടാറ്റുവിൻ്റെ പണിക്ക് പോകാതെ. ഇപ്പോൾ ഈ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നവർ അസോസിയേഷൻ ഉണ്ടാക്കാൻ പോകുന്നു കൊച്ചിയിൽ. 10-60 മരങ്ങോടന്മാരുണ്ടെന്നാണ് പറയുന്നത് കൊച്ചിയിൽ. ഇവനൊക്കെ ഇനി അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ടാറ്റുവിന്, അതായത് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ രഹസ്യഭാഗങ്ങളിൽ കുത്തിക്കൊടുക്കുന്നതിന് അസോസിയേഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു. നാണമില്ല ഇവനൊന്നും. ഇത് നാണമില്ലാത്ത യുവമാർക്കല്ല, ഇത് കുത്താൻ പോയിരിക്കുന്ന അവന്മാർക്കും അവളുമാർക്കുമാണ് നാണമില്ലാതെ ഈ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലൈസൻസിങ് ഒരു കാരണവശാലും സർക്കാർ അനുവദിച്ചു കൊടുക്കരുത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഈ പണിയുമായി നടക്കുന്നവരെയൊക്കെ അകത്താക്കാനുള്ള എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റുമെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലേ, അതെങ്കിലും ഒന്ന് നടത്താനുള്ള ഒരു ശ്രമമെങ്കിലും ആരംഭിക്കണം എന്നാണ് പറയുന്നത്. എല്ലാം സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്താൽ നാളെ ബോംബെയിലെ ചൗപ്പാട്ടിപ്പുര പോലെയോ അല്ലെങ്കിൽ പട്ടയ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കേരളത്തിലും തുടങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ആഗ്രഹമെങ്കിൽ ഇതുമൊക്കെ നമുക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാം. ഈ ടാറ്റു കുത്താൻ പോകുമ്പോൾ പെണ്ണുങ്ങളും ഒക്കെ പോയിട്ട്, യുവതികളും ഒക്കെ പോയിട്ട് തുണിയെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ മുറിയിലിരിക്കുന്നു. അവൻ്റെ അശ്ലീല ചുവയുള്ള വാചകങ്ങൾ അവൻ കുത്തി ഈ സാധനങ്ങളിൽ കുത്തിക്കൊടുക്കുന്നു. ആ കുത്തിക്കൊടുക്കുന്നതിനൊപ്പം അവൻ ലൈംഗിക ചൂഷണം ചെയ്യുന്നു. ഇതിന് കൂട്ടു നിൽക്കാൻ കുറേ വിവരം കെട്ട സെലിബ്രിറ്റികളും അങ്ങനെ ആദ്യം ഇതൊക്കെ പോയി ചെയ്ത് ഈ ഇൻസ്റ്റഗ്രാമിലും റെഡിറ്റിലും ഒക്കെ ഈ പോസ്റ്റ് ഇടുന്ന ഈ നാറിയ സെലിബ്രിറ്റികൾ
സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള അവന്മാരും അവളുമാരും അവരെയാണ് ആദ്യം പറയേണ്ടത്. ഇതേപോലെയുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി വഴി കാണിച്ചു കൊടുക്കുന്ന കുറേ കെണിപിടിയിട്ടികൾ. അതാണ് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ ശാപം. അതും ഓർത്തില്ല എന്ന് വേണ്ട.